ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവമെങ്കിലും തന്നല്ലോ. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലെ വളരെ പരിചിതമായ വാക്ക്, എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്ക്, അതിൽ 9-ാമത്തെ വാക്ക്. 2 കൊരിന്ത്യർ 12-ന്റെ 9-ാമത്തെ വാക്ക്. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തിരികെ വരുന്നു എന്ന് പറഞ്ഞു. ആദ്യം ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശ്യിക്കേണ്ടതില്ല. ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. നമുക്കറിയാവുന്നതുപോലെ അധികമായിട്ട് തന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ താൻ കടന്നുപോയ ചില കാര്യങ്ങൾ, തന്റെ അനുഭവങ്ങളൊക്കെ അധികമായിട്ടൊക്കെ ഒന്ന് തോന്നിയിട്ടിട്ടുണ്ട്. വിശദമായിട്ട് താൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ ഈ ലേഖനത്തിൽ ഇത് അവസാനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് തന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കാര്യം താൻ പറഞ്ഞു. അറിയാം, പൗലോസിന്റെ ശരീരത്തിലെ ഒരു ശൂലം, ഒരു മുള്ള ഉണ്ടായിരുന്നു. ഏതോ ആ നിലയിലുള്ള രോഗമോ അങ്ങനെ എന്തോ ആണ് എന്നാണ് വേദപണ്ഡിതന്മാരൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത്. ഏതായാലും താൻ അത് മാറിക്കിട്ടാൻ വേണ്ടി താൻ കർത്താവിനോട് 3 വട്ടം അപേക്ഷിച്ചു. 3 വട്ടം ഇവിടെ മാറിപ്പോകാൻ വേണ്ടി കർത്താവിനോട് അപേക്ഷിച്ചു. കർത്താവിനോട് അപ്പോസ്തലനായ പൗലോസിനെ പോലെ ഒരു ദൈവസന്നിധിയിൽ വളരെ മൂല്യബോധത്തോടെ ജീവിക്കുന്ന വളരെ റാഡിക്കലായ ഒരു ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കേൾക്കേണ്ടതല്ലേ. എന്നാൽ ദൈവം ആ പ്രാർത്ഥന ആ നിലയിൽ, പൗലോസ് ആഗ്രഹിച്ച നിലയിൽ ആ ശൂലം എടുത്തു മാറ്റാമോ? ദൈവം അങ്ങനെയല്ല അതിന് മറുപടി നൽകിയത്. മറിച്ച് തന്ന മറുപടി എന്താ? അത് എന്റെ കൃപ നിനക്ക് മതി. ആ ശൂലം അവിടെ ഇരിക്കട്ടെ, ആ മുള്ള അവിടെ ഇരിക്കട്ടെ, പക്ഷേ അത് നിനക്ക് ആത്യന്തികമായിട്ട് നല്ലതാണ്. എന്നാൽ അതിനെ കവിയുന്ന കൃപ ഞാൻ നിനക്ക് തരാം എന്ന് പറയുന്നു. 9-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം താൻ പറയുന്നു, താൻ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും എന്ന പൗലോസ് കർത്താവിന്റെ അരുളപ്പാട് ഏറ്റെടുത്തുകൊണ്ട് പ്രസ്താവിക്കും. നോക്കുക, നമ്മൾ ഈ 2 കൊരിന്ത്യർ 12-ന്റെ 9-ാമത്തെ വാക്യം ഒരു മോണോലോഗല്ല. എന്ന് വെച്ചാൽ ദൈവം തന്നെ പറയുന്നതല്ല അത് മുഴുവനും. അതിന്റെ 9-ാമത്തെ വാക്യത്തിന്റെ പകുതി ദൈവം പറയുന്നു, ബാക്കി പകുതി ആരാ പറയും? പൗലോസാ പറയും. ദൈവം പറയുന്ന പകുതി എന്താ? ദൈവം പറയുന്ന പകുതി എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞ് അവിടെ നിർത്തുക. ദൈവം അത്രേ പറഞ്ഞുള്ളൂ. തുടർന്ന് അതിനെ ഒരു ഡയലോഗാക്കി കർത്താവ് പറഞ്ഞതിനോടുള്ള ഒരു മറുപടി എന്നുള്ള നിലയിൽ അതിനെ ഏറ്റെടുത്തുകൊണ്ട് പൗലോസ് പറയുന്ന കാര്യമാണ് ആ വാക്യത്തിന്റെ 2-ാം ഭാഗത്തിലുള്ളത്. പൗലോസ് എന്താ പറയുന്നത്? ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും എന്ന് താൻ അതിനെ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ നോക്കുക, പൗലോസിനെ പോലെ ഒരാൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം അവൻ ആഗ്രഹിച്ച നിലയിലല്ല മറുപടി കൊടുത്തത്. മറുപടി കൊടുത്തു, അതവിടെ ഇരിക്കട്ടെ, എന്റെ കൃപ തരാം എന്നുള്ള മറുപടി കൊടുത്തു. പക്ഷെ ആ മറുപടിയല്ല സ്വാഭാവികമായിട്ട് പ്രതീക്ഷിച്ചത്. പക്ഷേ ദൈവം കൊടുത്ത മറുപടിയെ പൗലോസ് സ്വീകരിച്ചു. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? നമ്മൾ ചില കാര്യങ്ങൾ മാറിപ്പോകാൻ വേണ്ടിയും ചില കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിലപ്പോ ദൈവം, നമ്മൾക്കറിയാമല്ലോ, ദൈവം ചിലപ്പോൾ യെസ് എന്ന് മറുപടി തരും, ചിലപ്പോൾ നോ എന്ന് മറുപടി തരും, ചിലപ്പോൾ ഇത് വെയിറ്റ് എന്ന് മറുപടി തരും. 3 മറുപടി തന്നെ. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ? യെസ് എന്ന മറുപടി മാത്രമേ നമ്മൾ മറുപടിയായിട്ട് പലപ്പോഴും കാണാറുള്ളൂ. എന്നാൽ പൗലോസ് അങ്ങനെയല്ലായിരുന്നു. പൗലോസ് ദൈവം പറഞ്ഞു അതവിടെ ഇരിക്കട്ടെ, നീ നിഗളിച്ചു പോകാതിരിക്കാനൊക്കെ നല്ലതാണ് എന്നുള്ള നിലയിൽ, പക്ഷെ അതിനു വേണ്ടിയുള്ള കൃപ നിനക്ക് തരും. പൗലോസ് പറയുന്നു, മതി കർത്താവ്, അതവിടെ ഇരിക്കട്ടെ, അത് എന്നെ ബലഹീനനാക്കുന്നു, ആ ബലഹീനതയിലെ ഞാൻ പ്രശംസിക്കും എന്ന് പറയും. ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ പരിചയിച്ചു വന്ന രീതിയിൽ ഒരു കാര്യത്തെക്കുറിച്ചൊരു വ്യക്തതയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ
ആ കാര്യം വേണ്ടതുപോലെ മനസ്സിലാക്കുകയില്ല. അതായത് ബലഹീനത എന്ന വാക്കാണ്. ഞാൻ എൻ്റെ ബലഹീനതകളിൽ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. പൗലോസ് പറയുന്നു, കർത്താവ് പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നതാണ്. അപ്പൊ ഈ ബലഹീനത എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് മലയാളത്തിൽ സംശയം വരുമ്പോൾ നമ്മളെപ്പോഴും ഇംഗ്ലീഷിൽ നിന്ന് അതിനെക്കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇംഗ്ലീഷ് നോക്കാവുന്ന പറഞ്ഞ് നമ്മൾ അവിടെ പോയി നോക്കിയാൽ വീക്ക്നെസ് എന്ന് പറയുന്നത് സാധാരണ എന്താ? വിശ്വാസികൾ വീക്ക്നെസ് എന്ന് പറയുന്നത് എന്താ? അദ്ദേഹം നല്ല മനുഷ്യനൊക്കെയാണ്, സ്റ്റേജിൽ കയറുമ്പോൾ വളരെ മനോഹരമായിട്ടൊക്കെ പ്രസംഗിക്കും. പക്ഷെ ഭാര്യയുടെ അടുത്ത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ പൊട്ടിത്തെറിക്കും. അത് അദ്ദേഹത്തിന്റെ ഒരു ബലഹീനത, അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ്. കളങ്കവും ചന്ദ്രന് ഭൂഷണം എന്ന് കവികൾ പറയാറുണ്ട്. അതായത് ചന്ദ്രൻ നല്ല മനോഹരമായിട്ട് വിളങ്ങി നിൽക്കുന്നു, പക്ഷെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ? കുഞ്ഞുങ്ങളൊക്കെ ചന്ദ്രനെ ഉൾമൂടുള്ള ഒരു ദിവസം ഒന്ന് സൂക്ഷിച്ചു നോക്കുക. അതിൻ്റെ അകത്തെത്തുണ്ട് ചെറിയ ചില പാടുകൾ പോലെ, ചെറിയ ചില കളങ്കങ്ങൾ പോലെ ഉണ്ട്. അപ്പൊ കവി പറയുന്നത് എന്താ? ആ കളങ്കവും ചന്ദ്രനൊരു ഭൂഷണമാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ചില ദൈവദാസന്മാരെ കുറിച്ച് പറയാം. അദ്ദേഹം ഭാര്യയോട് പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ കൈ കിട്ടുന്നത് എടുത്ത് എറിയും. അതൊക്കെ അദ്ദേഹത്തിന് ഒരു ചെറിയ ബലഹീനത അങ്ങനെ ഉണ്ട്. ആ ബലഹീനതയും അദ്ദേഹത്തിന്റെ മഹത്വത്തിന്റെ ഒരു തെളിവായിട്ടാണ് നമ്മൾ വിശ്വാസ ലോകം പലപ്പോഴും കൊണ്ടാടുന്നത്. എന്നാൽ അത്തരം ഒരു ബലഹീനതയല്ല, വീക്ക്നെസ് അല്ല ഇത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും പാപത്തെ ബലഹീനത, വീക്ക്നെസ് എന്നൊക്കെ മനോഹരമായ പേരിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയല്ല ഇവിടെ. മറിച്ച് ദൈവം ഇവിടെ പറയുന്നത്, എൻ്റെ ശക്തി നിന്റെ ഒരു വീക്ക്നെസ്സിൽ, നിന്നെ തന്നെ നിനക്ക് ഉയർത്താനായിട്ടൊക്കുകയില്ല. നീ നിന്നെ തന്നെ നോക്കുമ്പോൾ നീ ഒരു വീക്കായ ഒരാളാണ്. ആ നിന്റെ വീക്ക്നെസ്സിലാണ് എൻ്റെ ശക്തി തികഞ്ഞു വരുന്നത്. പൗലോസ് അത് ഉൾക്കൊണ്ടു. അത് മതി കർത്താവ്, ഞാൻ എൻ്റെ ആ വീക്ക്നെസ് അതിൽ തന്നെ നിന്നോളാം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തെറ്റോ പാപമോ അല്ല. ഞാൻ പിന്നെയും ആവർത്തിക്കുകയാണ്, തെറ്റോ പാപമോ അല്ല. മറിച്ചെന്താ? താനൊരു ശക്തനായ മനുഷ്യനല്ല. തന്നിൽ തന്നെ ഒരു ശക്തിയില്ല. ദൈവത്തിന്റെ ശക്തി എൻ്റെ മേൽ ഇടണമെങ്കിൽ എൻ്റെ ശക്തിയിൽ ഞാൻ എന്തായിരിക്കണം? ബലഹീനനാകണം. എൻ്റെ ശക്തി ഇല്ലാതെ വരുമ്പോഴാണ് അവിടെ ദൈവത്തിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കാൻ കഴിയുന്നത് എന്ന ആ ദൈവിക പ്രമാണം പൗലോസ് കണ്ടെത്തി. പലപ്പോഴും ക്രിസ്തീയമായ പല പ്രമാണങ്ങളും മർമ്മം എന്ന് പറയാറ്, മിസ്റ്ററി എന്ന് പറയാറ്. എന്തുകൊണ്ടാണ് മർമ്മം എന്ന് പറയുന്നത്? മർമ്മം എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവിക രീതിക്ക് നമുക്ക് മനസ്സിലാകില്ല. മിസ്റ്ററി പോലെ, നിഗൂഢത പോലെ. ഇന്ന് നമ്മുടെ സമൂഹത്തില് ഒരാളിനെ കുറിച്ച് ആ ആളിന് അംഗീകാരം കിട്ടണമെങ്കിൽ എന്ത് വേണം? അദ്ദേഹം സ്വയത്തിൽ വളരെ ശക്തനായിരിക്കണം. പറയുന്ന വാക്കിന് നല്ല ശക്തി ഉണ്ടായിരിക്കണം. ഒരു കാര്യം പറഞ്ഞാൽ അതിൽ നിന്ന് കടുകിട മാറുകയില്ല. താൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് എല്ലാവരെയും അനുസരിപ്പിക്കണം. ഇവിടെ ചെന്നാലും അദ്ദേഹം ഒന്നാമനായിരിക്കണം. ആ നിലയിലാണ് സമൂഹം പറയുന്നത്. പക്ഷെ ഇവിടെ ദൈവവചനം എന്താ പറയുന്നത്? ദൈവവചനം പറയുന്നത് അങ്ങനെയല്ല. ഒരാൾ ശരിക്കും ദൈവീകമായ കാഴ്ചപ്പാടിൽ ശക്തനാകണമെങ്കിൽ അയാൾ എന്താണ് ആകണം? അയാളുടെ സ്വയത്തിൽ ബലഹീനനാകണം. ഇതൊരു മർമ്മമാണ്. ഇത് ലോകത്തിന് മനസ്സിലാവുകയില്ല. വിശ്വാസികളിൽ തന്നെ എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആ വിശ്വാസകോളത്തെ പലപ്പോഴും കൊച്ചു കാര്യങ്ങളെ കുറിച്ചുള്ള ആ നിലയിൽ ഞാനോ നീയോ വലിയവൻ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മർമ്മം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതൊരു ചെറിയ ഒരു കാര്യമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? നമ്മൾ നോക്കുക, നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഈ ഒരു കാര്യം, അതായത് സ്വയത്തിൽ ബലഹീനനാകുക, അങ്ങനെ ഒരാളുടെ മേലാണ് ദൈവത്തിന്റെ ശക്തി നന്നായിട്ട് ആവസിക്കാൻ കഴിയുന്നത് എന്ന ഈ ദൈവീക പ്രമാണം പുതിയ നിയമത്തിലെ കർത്താവ് ഒരു ബലഹീനനായിട്ടൊക്കെയാണല്ലോ വന്നത്. അതുകൊണ്ട് പുതിയ നിയമത്തിലെ കാര്യമോ, പഴയ നിയമത്തിൽ എന്തായിരുന്നു? പഴയ നിയമത്തിൽ യുദ്ധവും രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതും മറ്റേയാളെ വരുതിക്ക് നിർത്തുന്നതും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് പഴയ നിയമത്തിൽ അങ്ങനെ അല്ലായിരുന്നു. പുതിയ നിയമത്തിൽ വന്നപ്പം
ദൈവം കൊണ്ടുവന്ന ഒരു പുതിയ കാര്യമായിട്ടാണ് ചിലര് ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. പഴയ നിയമത്തിലും ഇങ്ങനെ തന്നെ ആയിരുന്നു ദൈവത്തിന്റെ മനോഭാവം, പുതിയ നിയമത്തിലും ഇങ്ങനെ തന്നെയാണ് ദൈവത്തിന്റെ മനോഭാവം. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ വേർതിരിക്കുന്ന തന്റെ പുത്രനായ യേശു ഭൂമി വന്നപ്പം യേശുവിനെ സംബന്ധിച്ചും ഇത് തന്നെയായിരുന്നു ദൈവത്തിന്റെ പ്രമാണം എന്ന കാര്യം നമ്മൾ ഓർക്കണം. പറയുന്നതിന്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ എന്താ പറഞ്ഞു വന്നത്? ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നമ്മുടെ സ്വയത്തിൽ ബലഹീനരാകണം. അങ്ങനുണ്ടെങ്കിലേ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കുകയുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു ദൈവത്തിന്റെ മനുഷ്യനോ ദൈവത്തിന്റെ സ്ത്രീയോ ആയി നമ്മുടെ തലമുറയിൽ മാറുകയുള്ളൂ. ഇത് ദൈവത്തിന്റെ ഒരു പ്രമാണമാണ്. ആ പ്രമാണം പുതിയ നിയമ കാലഘട്ടത്തിൽ മാത്രമുള്ളതല്ല, പഴയ നിയമത്തിലും അത് പ്രസക്തമായിരുന്നു, പുതിയ നിയമ കാലഘട്ടത്തിലും ഇത് പൗലോസിനോട് അത് പറയുന്നു. ഇതിനെ രണ്ടിനെയും തമ്മിൽ വേർതിരിച്ചത്തക്ക നിലയിൽ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ യേശു ഈ ഭൂമി വന്നപ്പം അവിടുന്നും എന്തായിരുന്നു? അവിടുന്നും ഈ തത്വം തന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയ ആളായിരുന്നു എന്ന് നമ്മൾ ഇതിനെ മുഴുവനായിട്ട് കാണുമ്പോൾ ഇത് നമുക്ക് ഒത്താൽ നമുക്ക് സ്വീകരിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രമാണം എന്നുള്ള നിലയിലല്ല, ഇതൊരു മസ്റ്റാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്രിസ്തീയ ജീവിതം ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതമായി നമ്മൾ നയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഒരു പ്രമാണം നമ്മുടെ ജീവിതത്തിന്റെ ആഴത്തിൽ നമ്മൾ ഉൾക്കൊണ്ടാലേ പറ്റുള്ളൂ എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ വരണം എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഏക കാര്യം. പ്രിയപ്പെട്ടവര്, നമുക്ക് വളരെ വേഗത്തിൽ പോകാം. ഈ കാര്യം, ഈ സ്വന്തം ശക്തിയില് ഒരു തകർച്ച നേരിട്ട ഒരാളെ മാത്രമേ ദൈവത്തിന് പഴയ നിയമത്തിലും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൂ, പുതിയ നിയമത്തിലും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൂ. പഴയ നിയമത്തിൽ ദൈവം ഉപയോഗിച്ച ആളുകൾ ആരൊക്കെയാ? അത് നമുക്ക് പലരുടെ പേരുകൾ ഓർമ്മ വരും. മോശയെ കുറിച്ച് നമുക്ക് ഓർമ്മ വരും. മോശ എന്തായിരുന്നു? മോശയുടെ തുടക്കം നിങ്ങള് പുറപ്പാട് പുസ്തകം ആദ്യത്തെ അധ്യായങ്ങളൊക്കെ വായിച്ചു നോക്കുക, 2-3 അധ്യായങ്ങളൊക്കെ വായിച്ചു നോക്കുക. അവിടെയൊക്കെ മോശ തുടക്കത്തിൽ വളരെ ശക്തനായ ഒരാളായിരുന്നു. സ്വന്തം അഭിപ്രായം, ആ അഭിപ്രായം നേടാനായിട്ട് എന്ത് ചെയ്യും, കൈക്കരുത്തുണ്ടായിരുന്ന ഒരാളായിരുന്നു. നമുക്കറിയാമല്ലോ, നമുക്ക് മോശയുടെ ചരിത്രം അറിയാം. അവന് ഒരു ഫറവോന്റെ പുത്രി സ്വന്തം മകനായിട്ട് സ്വീകരിച്ച് ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്നു കഴിഞ്ഞ് നമ്മൾ കാണുന്നുണ്ട്, മോശ ഒരിക്കല് തൻ്റെ എബ്രായ ആളുകളെ എങ്ങനെയാണ് ഈ മിസ്രൈമ്യരെ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ കാണാനായിട്ട് ചെന്നപ്പം ഒരു മിസ്രൈമ്യനും യഹൂദനും തമ്മിൽ പ്രശ്നമുണ്ടായി. ഉടനെ എന്ത് ചെയ്തെന്നാണ് നമ്മൾ കാണുന്നത്. ഞാനത് വായിച്ച് ചിലപ്പോൾ അർത്ഥം വിട്ടിരുന്നിട്ടുണ്ട്. ഒരൊറ്റ അടിക്ക് അന്ന് ഈ പുതിയ ഈ ജൂഡോയോ അതൊക്കെ അന്ന് ഉണ്ടായിരുന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. ഒറ്റ അടിക്ക് ഒരാളെ കൊല്ലുക ചില്ലറ കരുത്തൊന്നും പോരാ അല്ലേ? എന്നിട്ട് അത് കയ്യോടെ ആ മണലിൽ കുഴിച്ചിടുകയും ചെയ്തു. വേറൊരാളുടെ സഹായമില്ല. ഇത് ചെയ്തേച്ച് ഒന്നും അറിയാത്ത പോലെ മൂളിപ്പാട്ടും ഒക്കെ പാടി തിരിച്ച് ഫറവോന്റെ കൊട്ടാരത്തിൽ തന്നെ പോയി. പിറ്റേന്ന് ഇറങ്ങി അടുത്ത കാര്യത്തിൽ. അപ്പോ അത്തവണ ചെന്നപ്പോ ആരായിരുന്നു? 2 യഹൂദന്മാര് തമ്മിലാണ് പ്രശ്നം. അപ്പോ അവിടെ ചെന്ന്, സഹോദരന്മാര് നിങ്ങള് ഇങ്ങനൊക്കെ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇവരെ തമ്മിൽ യോജിപ്പിക്കാൻ ശ്രമിച്ചപ്പോ അതില് ഒരാള് പറഞ്ഞു, ഇന്നലെ ചെയ്തത് ഞങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് താൻ ഇന്നലെ മിസ്രൈമിനെ അടിച്ചു കൊന്ന കഥ എല്ലായിടത്തും ആയിട്ടുണ്ട് എന്ന് അറിഞ്ഞ് മോശ രാമാനം അവിടുന്ന് നാട് വിടുന്നു. നമുക്കറിയാം കഥ. പിന്നീട് മോശയെ നോക്കുക. ദൈവം പല രംഗങ്ങളിൽ താൻ ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഉൾപ്പടപ്പിൽ ദൈവം പ്രത്യക്ഷനായി മോശയെ ഈ ഇസ്രായേൽ മക്കളുടെ ആ നേതാവായിട്ട് വിളിക്കുമ്പോൾ നിങ്ങൾ സമയമുള്ളപ്പോൾ നിങ്ങൾ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കാമോ? വായിച്ചു നോക്കുമ്പോൾ എത്ര ഇടത്താണ് ദൈവം ഇവനെ നേതാവാകാൻ വിളിക്കുമ്പോൾ അയ്യോ ദൈവമേ വേറെ ആരെയും നോക്കിയത് ഞാനും. ഇത് വെറുതെ ഒരു ഭംഗിവാക്ക് പറയുന്നതല്ല, ശരിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ദൈവവചനം രേഖപ്പെടുത്തിയിട്ട് ഈ ലോകത്ത് ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും
വിനയാന്വിതനായ ആളായിരുന്നു മോശ. തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല. തുടക്കത്തിൽ വളരെ ശക്തനായിരുന്നു. പക്ഷേ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ, ദൈവവുമായിട്ടൊരു അഭിമുഖം ഉണ്ടായി കഴിഞ്ഞപ്പോൾ താൻ എന്തായി തീർന്നു? താൻ തൻ്റെ സ്വന്തം ശക്തിയിൽ ബലഹീനനായി തീർന്നു. അതുകൊണ്ട് ദൈവത്തിന് അവനെ ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞു. നമുക്ക് അറിയാമല്ലോ, പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ, വാക്യങ്ങളൊന്നും സമയച്ചുരുക്കം മൂലം എടുത്ത് വായിക്കുന്നില്ല, അവിടെ ഇത് സംബന്ധിച്ചുള്ള ഒരു ദൈവിക പ്രമാണം ദൈവം തന്നെ പറയുന്നുണ്ട്. അതെന്താ? ഒരുത്തന് എന്റെ മുഖം കണ്ടിട്ട് പിന്നെ ജീവനോടെ ഇരിക്കാൻ കഴിയുകയില്ല എന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ദൈവവുമായിട്ടൊരു മുഖാമുഖം ഉണ്ടായാൽ, ഈ ദൈവിക സത്യങ്ങളെ അതിൻ്റെതായ നിലയിൽ നമ്മൾ ഉൾക്കൊണ്ടാൽ, നമ്മൾ പിന്നെന്താ ഉണ്ടാകുകയില്ല? നമ്മുടെ സ്വയത്തിൽ നമുക്കൊരു ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്ന് വെച്ചാൽ നമ്മുടെ സ്വയബലം വളരെ നഷ്ടപ്പെട്ടു പോകും. മോശ അങ്ങനെ ഒരാളായിരുന്നു. മോശ അതിസൗമ്യനായിരുന്നു, ലോകത്തിൽ അതിസൗമ്യനായിരുന്നു. അങ്ങനെയുള്ള മോശയെ ആണ് ദൈവം ഉപയോഗിച്ചത്. മോശയെ ദൈവം ഉപയോഗിച്ച കാര്യം ആണ് നമ്മൾ പറഞ്ഞത്. യാക്കോബിനെ നമുക്കറിയാം. യാക്കോബ് 12 ഗോത്രപിതാക്കന്മാരുടെ പിതാവായിട്ടൊക്കെ വന്ന യാക്കോബ്, അബ്രഹാം, ഇസാക്ക്, യാക്കോബ്. ഈ യാക്കോബ് എന്തായിരുന്നു? വളരെ സൗമ്യനായിട്ടാണ് പെനിയേൽ മുതൽ നമ്മൾ കാണുന്നത്. പെനിയേൽ മുതൽ നിങ്ങള് ഉൽപ്പത്തി പുസ്തകത്തിലെ യാക്കോബ് പെനിയേലിൽ വരുന്ന രംഗം ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിലാണ് കാണുന്നത്. 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. അതുവരെ യാക്കോബ് എന്തായിരുന്നു? യാക്കോബ് വളരെ ശക്തനായിരുന്ന ഒരാളായിരുന്നു. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ എല്ലാരെയും കളിപ്പിക്കുന്ന ആളായിരുന്നു. ഉപായി എന്ന പേര് പോലെ തന്നെ സ്വഭാവം. സ്വന്തം അപ്പനെ കളിപ്പിച്ചു, ചേട്ടനെ കളിപ്പിച്ചു. അപ്പനെയും ചേട്ടനെയും കളിപ്പിച്ചവർക്കും അമ്മായിയപ്പനെ കളിപ്പിക്കാൻ ഇച്ചിരി പ്രയാസമാണ് മരുമക്കൾക്ക്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? ലാബാൻ എന്ന് പറയുന്ന അമ്മായിയപ്പനെയും കളിപ്പിച്ചു. നമുക്ക് ആ ചരിത്രം അറിയാം. അത്ര മിടുക്കനായിരുന്നു. മിടുക്കൻ എന്നുള്ളത് സിംഗിൾ ഇൻവെർട്ടഡ് കോമയിലിട്ടാണ് ഞാൻ പറയുന്നത്. ലോകത്തിന്റെ ദൃഷ്ടിയിൽ വളരെ മിടുക്കനായിരുന്നു. ആണുങ്ങളാണെങ്കിൽ അങ്ങനെ വേണം, യാക്കോബിനെ പോലെ വേണം. നോക്ക്, എത്ര കുറച്ച് കാലം കൊണ്ട് ഇത്രയേറെ സമ്പത്തുണ്ടാക്കിയത്, ഇത്രയേറെ അനുഗ്രഹങ്ങളൊക്കെ പിടിച്ചു വാങ്ങിച്ചത്. മിടുക്കനാ. ലോകത്തിന്റെ രീതിയിൽ ശക്തൻ, മിടുക്കനാണ്. പക്ഷേ ഇദ്ദേഹത്തെ ഉപയോഗിക്കണമെന്ന് ദൈവത്തിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? നമ്മൾ നോക്കുക, ഉൽപ്പത്തി പുസ്തകത്തില് 32-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ദൈവവുമായിട്ട് അവിടെ വെച്ചൊരു അഭിമുഖം ഉണ്ടാകും. യാക്കോബ് എന്തായി തീർന്നു? യാക്കോബ് തീർത്തും ആ നിലയില് ബലഹീനനായി തീർന്നു. മോശ ബലഹീനനായി കഴിഞ്ഞേ മോശയെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. യാക്കോബ് ബലഹീനനായി കഴിഞ്ഞതിന് ശേഷമേ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അവനെ ഉപയോഗിക്കാൻ കഴിഞ്ഞുള്ളൂ. ദാവീദിന് പല അനുഭവങ്ങളുണ്ടായി. പ്രത്യേകിച്ചും 51-ാം സങ്കീർത്തനത്തില് അതില് ദാവീദ് എഴുതുന്നുണ്ട്, ദൈവം തന്നെ എന്ത് ചെയ്തു? ദൈവം തന്നെ എൻ്റെ അസ്ഥി ഒടിച്ചു, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ എന്ന് 51-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിൽ ദാവീദ് തന്നെ പറയുന്നുണ്ട്. 51-ാം സങ്കീർത്തനം എഴുതുന്ന പശ്ചാത്തലം നമുക്കറിയാം. തൻ്റെ ജീവിതത്തില് ഏറ്റവും വലിയൊരു കറുത്ത സംഭവം ഉണ്ടായി, ബേത്ശേബ ഊരിയാവ് സംഭവം. അത് സംബന്ധിച്ച് സാധാരണ മിടുക്കന്മാരായ ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും? അതെല്ലാം രാജാവ് വിചാരിച്ചാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? രാജകീയ രഹസ്യമായിട്ട് ചരിത്രത്തിൽ എങ്ങും രേഖപ്പെടുത്താതെ വിടും. അതേസമയം ദാവീദിന് അതുമൂലം ശരിക്കും ഒരു തകർച്ചയുണ്ടായി. ദാവീദ് എന്തോ ചെയ്തു? ആ കാര്യത്തെക്കുറിച്ച് തന്നെ മനോഹരമായ ഒരു സങ്കീർത്തനം എഴുതി എല്ലാവരെയും പാടാൻ. തൻ്റെ തെറ്റും തൻ്റെ കുറവുകളും രാജസദസ്സിൽ പാടി നടക്കാൻ കവികളെ നിയമിക്കത്തക്കവണ്ണം താൻ എളിമയുള്ളവനായി തീർന്നു. നോക്കുക, ദാവീദിനെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവൻ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ പഴയ ശക്തനായ ദാവീദിനെ ഉപയോഗിക്കാൻ ഒക്കുകയില്ല. മറിച്ച് ആരെ മാത്രമേ ഉപയോഗിക്കാൻ ഒക്കുകയുള്ളൂ? ഈ നിലയിൽ തകർന്നു പോയ ഒരാളെ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, പഴയ നിയമ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ, അല്ലെങ്കിൽ പുതിയ നിയമത്തിന് ഉദ്ഘാടനം കുറിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വരുമ്പോഴോ,
അവിടുന്ന് തന്നെക്കുറിച്ച് നമ്മൾ എന്താ കാണുന്നത്? താന് യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 53-ാമത്തെ അധ്യായത്തിലല്ലേ കർത്താവിനെ കുറിച്ച് ഒരു അധ്യായം മുഴുവൻ നമ്മളെ വായിക്കുന്നുണ്ട്. ആ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുക, എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. കർത്താവിനെ എന്താക്കി തീർത്തു? തകർത്ത് കളഞ്ഞു, നുറുക്കിക്കളഞ്ഞു. തകർത്ത് കളവാൻ പ്രസാദം തോന്നി എന്നാണ് കർത്താവിനെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ആ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ ഒരു തകർച്ചയ്ക്കപ്പുറത്ത് താൻ എന്നും എന്തായിരുന്നു? എളിമയുള്ളവനായിരുന്നു. താൻ തന്നിൽ തന്നെ ബലഹീനനായിരുന്നു. താൻ ഒരു വാക്ക് പറയണമെങ്കിൽ പിതാവ് എന്നോട് പറയുന്നതാ ഞാൻ പറയുന്നത് എന്ന് പറയത്തക്കവണ്ണം പിതാവിൽ ഡിപ്പെൻഡഡ് ആയിരുന്നു. താൻ ആ നിലയില് തന്നിൽ തന്നെ ഒരു ബലമില്ലാതെ ആ നിലയില് അതിസൗമ്യനായ ഒരു കുഞ്ഞാടായിട്ട് താൻ ജീവിച്ചു എന്ന് പറയുമ്പോൾ ആ ബലഹീനതയിലെ ദൈവത്തിന്റെ ശക്തി തികഞ്ഞു വരാൻ ഒക്കെയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് യേശു കർത്താവും ഈ ഭൂമി വന്നപ്പം ഈ താഴ്മയുടെയും സൗമ്യതയുടെയും ഒരു ആൾ രൂപമായി താനെ ജീവിച്ചത്. എന്നിട്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? എന്നിൽ നിന്ന് വന്ന് താഴ്മയും സൗമ്യതയും പഠിപ്പി, എൻ്റെ അടുത്ത് വാ, ഞാൻ പഠിപ്പിക്കാം എന്ന് പറയാൻ കാരണം അതാണ്. അപ്പൊ നോക്കുക, പഴയ നിയമഭക്തന്മാർ, മോശ, നമ്മൾ പറഞ്ഞ യാക്കോബ്, അല്ലെങ്കിൽ ദാവീദ്, കർത്താവായ യേശു ക്രിസ്തു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ശക്തന്മാരായ ചില ശിഷ്യന്മാരുണ്ടായിരുന്നു. പത്രോസ് വളരെ ശക്തനും തിടുക്കക്കാരനും എല്ലാം വേഗത്തിൽ ചെയ്യുന്നവനും ഒക്കെ ആയിരുന്നു. പക്ഷേ താന് എന്തായി? 3 വട്ടം യേശുവിനെ തള്ളിപ്പറഞ്ഞ് അവൻ അത് ബോധ്യമായി അവൻ തകർന്ന് നുറുങ്ങിപ്പോയി. പിന്നീട് ഒരിക്കലും ആ നിലയിൽ അവനെ ഒരു ശക്തനായിട്ട് നമ്മൾ കാണുന്നില്ല. പൗലോസ്, ഈ നമ്മൾ 2 കൊരിന്ത്യർ 12 പറയുന്ന ആ പൗലോസിന്റെ കാര്യം നോക്കുക. പൗലോസിനെ സംബന്ധിച്ചും താന് വളരെ നിഗളിച്ചു പോകാനും ശക്തിപ്പെടാനും സ്വയത്തിൽ ബലമുള്ളവനായിരിക്കാനും പല കാരണങ്ങളുണ്ടായിരുന്നു. കാരണം 1-ാം നൂറ്റാണ്ടിലെ കർത്താവിന്റെ അനുയായികളായ ശിഷ്യന്മാരൊക്കെ കേവലം മുക്കവരും വലിയ വിദ്യാഭ്യാസമില്ലാത്തവരും ഒക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ ഈ പൗലോസ് ആരായിരുന്നു? വളരെ വിദ്യാഭ്യാസമുള്ളവരും കൊള്ളാവുന്ന കുടുംബശ്രേഷ്ഠതയുള്ളവരും പല നിലയില് സമൂഹത്തിന്റെ മേൽത്തട്ടിലുള്ളവരുമായി മാത്രമല്ല ഈ ദൈവികമായ വെളിപ്പാടുകളെല്ലാം താൻ പ്രാപിക്കുകയും അത് ഈ സഭകൾക്കെല്ലാം എഴുതുകയും ഒക്കെ ചെയ്യും. അങ്ങനെയുള്ളപ്പം സ്വാഭാവികമായിട്ട് എന്ത് വരാം? സ്വാഭാവികമായിട്ട് താന് തന്റെ സ്വയത്തില് ശക്തനായി പോകാം. ഈ അപകടം കണ്ടിട്ട് ദൈവം എന്തോ ചെയ്തു? കർത്താവ് അവനോട് പറഞ്ഞു, ആ മുള്ള അവിടെ ഇരുന്നോട്ടെ, അത് നിനക്ക് നല്ലതാണ്, അത് മാറ്റി തരുന്നില്ല. പൗലോസ് അത് സമ്മതിച്ചു. ശരിയാണ് കർത്താവേ, ഞാൻ സ്വയത്തിൽ നിഗളിച്ചു പോകാതെ ഞാൻ എന്നെ തന്നെ താഴ്ത്തി ആ നിലയില് പോകുന്നതാണ് എൻ്റെ നിത്യതയ്ക്ക് നല്ലത് എന്നുള്ള കാര്യം പൗലോസ് കണ്ടെത്തി. ആ കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നമ്മള് പലപ്പോഴും വിശ്വാസ ലോകത്തേക്ക് വരുമ്പോൾ ആദ്യം വളരെ ലാളിത്യത്തോടെയൊക്കെ പലരും വരും. കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറുള്ളവര് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കൺവെൻഷനിൽ പറയുമ്പോൾ നമ്മളെല്ലാവരുടെയും മുമ്പിൽ എണ്ണീറ്റ് നിൽക്കും. ഇങ്ങ് മുന്നോട്ട് വരാമെന്ന് പറയുമ്പോൾ മുന്നോട്ട് വരും. ആരെങ്കിലും ഒരു സഹോദരൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അതിന് കീഴടങ്ങിയിരിക്കും. പക്ഷേ ഒരു സഭയെ വന്ന് കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും നമ്മളെ ബഹുമാനിക്കുന്നു. നമുക്കും എണ്ണീറ്റ് നിന്ന് ചില പ്രസംഗങ്ങളൊക്കെ അറിയാം, ചില ഒത്തുവാക്യങ്ങളൊക്കെ നമുക്കും കാണാതെ പറയാൻ അറിയാം. എല്ലാവരും നമ്മളോട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നു. ക്രമേണ എന്ത് സംഭവിക്കാം? നമ്മൾ സ്വയത്തില് ശക്തിപ്പെടാം, പക്ഷെ നമ്മളത് അറിയേല. ഇതിനൊരു ആത്മീയതയുടെ പുറംമൂടി ഉള്ളത് കൊണ്ട് നമ്മൾ ആത്മീയമായിട്ട് വളരുകയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അതേപോലെ എന്താ, നമ്മൾ നമ്മുടെ സ്വയത്തിൽ ശക്തിപ്പെടുക, സ്വയത്തിൽ ബലഹീനനാകുക. ഇതൊരു ദൈവികമായ പ്രമാണമാണ്. അത് പഴയ നിയമഭക്തനും ബാധകമാണ്. കർത്താവിനെ സംബന്ധിച്ചും കർത്താവിനെ അതിന് മാതൃകയായിട്ട് തന്നു. പുതിയ നിയമത്തിലും ഇവിടെ പറഞ്ഞിരിക്കും. ഞാൻ ഇത് പറയുമ്പോൾ നമ്മുടെ ഇവിടെ കഴിഞ്ഞ
എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ പേര് ഇവിടെ വരികയും ഇത്രയും പേര് വന്നതിൽ എത്രയോ പേര് ഇവിടുന്ന് വിട്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഇവരുടെയൊക്കെ ഒരു കഥകൾ എഴുതി വെച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ എന്താ ഇവര് ഈ വചനം കേട്ടാ വരുന്നത്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വിട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? ഞാനൊരു ഒരു കോളേജ് അധ്യാപകന് ഇവിടെ വന്ന ഒരു കാര്യം, വർഷങ്ങളായതുകൊണ്ടും നിങ്ങൾക്കാർക്കും അദ്ദേഹത്തെ അറിഞ്ഞുകൂടാത്തത് കൊണ്ടും ഞാനൊരു ഉദാഹരണം പറയുന്നു. അദ്ദേഹം ഇവിടെ വന്ന് ഇതെല്ലാം കേട്ടപ്പോൾ സാധാരണ ക്രിസ്തീയ ലോകത്ത് പറയുന്നതെന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ കൊള്ളാം, ഇത് കൊള്ളാം, മറ്റു പലയിടത്തും കേൾക്കുന്നതല്ല. ഓക്കെ, അദ്ദേഹം വന്നു, ഇവിടെ മുന്നോട്ട് പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം നമ്മളിവിടെ വരുന്ന ആളുകൾ അവരവരുടെ സ്വയത്തിലൊരു തകർച്ചയുണ്ടാകണം, അവരുടെ വലിയ ഭാവം തകർന്നു പോകണം, അവര് ബലഹീനരാകണം, അവര് നുറുങ്ങപ്പെടണം. ഇതാ ദൈവത്തിന്റെ പ്രമാണം. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ മുറുകെ പിടിക്കുന്നത്? എന്നാൽ മാത്രമേ അവർക്കത് പ്രയോജനമാവുകയുള്ളൂ. ഇവിടെ ഇതാ പൗലോസിനെ പോലെ വലിയ ഒരാൾക്ക് പോലും അത് ബാധകമായിരുന്നു. നീ ബലഹീനനാകണം, ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി തികഞ്ഞു വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ നിലയിൽ സ്വാഭാവികമായ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ വെച്ച് ആളുകളെ പ്രശംസിക്കുകയോ അവരുടെ സ്വയത്തെ പുകഴ്ത്തുകയോ സാധാരണ നിലയിൽ ചെയ്യാത്തത്. ഈ പ്രിയപ്പെട്ടവൻ കുറച്ചുനാൾ കഴിഞ്ഞപ്പോ അദ്ദേഹത്തോട് വേറെ ആരോ പറഞ്ഞു, സാറ് ചുമ്മാ അവിടെ ചെന്ന് മെനക്കെട്ട് അവിടെ ചുമ്മാ ഇരിക്കാതെ ഇവിടെ വന്നിട്ട് ഞങ്ങളെ വന്ന് പഠിപ്പിച്ചാട്ടെ, സാറ് ബുധനാഴ്ച മീറ്റിങ്ങിനും ഞായറാഴ്ച മീറ്റിങ്ങിനും ഒക്കെ വന്ന് പ്രസംഗിച്ചാട്ടെ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പല കാര്യങ്ങൾ ഇവിടെയും കേട്ടു, അതിൻ്റെയൊക്കെ കുറിപ്പും കയ്യിലുണ്ട്. എന്നാ പോയി പ്രസംഗിച്ച് കളയാം എന്ന് വിചാരിച്ച് അദ്ദേഹം അവിടെ ചെന്നു. അദ്ദേഹത്തിന് ആദ്യം വേണ്ട അംഗീകാരമൊക്കെ കിട്ടി. പക്ഷെ ഇന്ന് വർഷങ്ങൾക്ക് ശേഷമോ അതേസമയം നുറുങ്ങപ്പെട്ടിരുന്നെങ്കിലോ? പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുന്നത്, പിശാചിന് ഒരു തന്ത്രമുണ്ട്. പിശാചിന്റെ തന്ത്രം എന്താ? അവന് ഈ ലോകത്തിലുള്ളവരെ മുന്നോട്ട് തള്ളുന്നത് പോലെയല്ല വിശ്വാസഗോളത്തിൽ വരുന്നവരെ അവന് ആ നിലയില് അവരുടെ സ്വയത്തിൽ പ്രശംസിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മറിച്ച് വിശ്വാസഗോളത്തിൽ വരുന്നവരെ വീഴ്ത്തിക്കളയാൻ അവൻ അവരുടെ പ്രശംസയെ കൊണ്ടുവന്ന് വെക്കുന്നത് അവരുടെ ദൈവവചന പരിചയം, അവരുടെ കഴിവുകൾ, ആത്മീയമായ രംഗത്ത് തന്നെയുള്ള കഴിവുകൾ. ആത്മീയമായ രംഗത്ത് അവര് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയമെടുക്കുന്നു. അതൊക്കെ അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ അതെന്താകരുത്, നമ്മുടെ തന്നെ ഒരു പ്രശംസയായി മാറുകയോ സ്വയത്തിന്റെ ഒരു നിഗളമായി മാറുകയോ ചെയ്യരുത്. അങ്ങനെ സംഭവിച്ചാൽ എന്തു പറ്റും? ലോകത്തില് വലിയ ആളുകളായിട്ട് വന്ന ആളുകള് ഒരു ദിവസം വീണ് തകരുന്നത് പോലെ വിശ്വാസഗോളത്തിലും അങ്ങനെയുള്ള ധാരാളം പേരുടെ വീഴ്ചയുടെ കഥകൾ നമ്മൾ കേൾക്കുന്നത് ഇതുമൂലമാണ്. അതേസമയം നമ്മൾ എപ്പോഴും താഴ്മയിലിരുന്നാൽ തറയിൽ ഇരിക്കുന്ന ഒരാൾക്ക് അവിടുന്ന് താഴെ വീഴാൻ ഒക്കും ഇല്ല. ഒരാള് 10 അടി പൊക്കത്തിൽ ഇരിക്കുമ്പോഴാണ് അവിടെ നിന്ന് താഴെ വീണാൽ അയാള് ഇല്ലാതായി പോകും. അതേസമയം അയാൾ തറയിൽ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാൾ വീണാലും അയാൾക്ക് അപകടം വരികയില്ല. ഞാൻ പറയുന്നത്, ഈ ഒരു പ്രമാണം പൗലോസിന് മനസ്സിലായിരുന്നു. പൗലോസ് പറയുന്നു, ബലഹീനതയിലാണ് ഞാൻ പ്രശംസിക്കുന്നത് എന്ന് പറയും. ഇവിടെ ഇതാ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങള് നമുക്ക് അനുഗ്രഹങ്ങൾ തരും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തരും. നമ്മുടെ കാര്യങ്ങൾ, ഓഫീസിൽ കാര്യങ്ങൾ വ്യത്യാസമാകും. ഒക്കെ പല കാര്യങ്ങളിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹങ്ങൾ എന്തായി പോകരുത്? നമ്മുടെ തലയ്ക്ക് പിടിക്കരുത്. മദ്യപിക്കുന്നവരെ കുറിച്ചാണ് സാധാരണ പറയുന്നത്, അവന്റെ തലയ്ക്ക് പിടിച്ചു. നമുക്ക് കിട്ടിയ ദൈവം തന്ന അനുഗ്രഹങ്ങള് നമ്മുടെ തലയ്ക്ക് പിടിച്ച് നമ്മുടെ ഒരു പ്രശംസയായി പോകരുത്. ആ പ്രശംസയും എന്തു തന്നെയാണ്? നിഗളം തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും ദൈവസന്നിധിയിൽ ഇതാ പൗലോസ് പറയുന്നു, ഞാൻ എൻ്റെ ബലഹീനതയിലേ നിൽക്കുകയുള്ളൂ, അല്ലാതെ ഞാൻ മുകളിലേക്ക് പോവുകയില്ല. അതാണ് വഴി. ഞാനിത് പറയുമ്പോൾ 2 കാര്യം കൂടെ വളരെ വേഗത്തിൽ ഇതിനോട് ചേർത്ത് വിശദീകരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കും. അതായത്, ഈ ബലഹീനതയിൽ പ്രശംസിക്കണമെന്നൊക്കെ പറയുമ്പോൾ
അല്ലെങ്കിൽ താഴ്മയിലായിരിക്കണം, സൗമ്യതയിലായിരിക്കണം, നിഗളിക്കരുത്, ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് നിഗളിക്കരുത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് നിഗളിക്കരുത്, താഴ്മയിലായിരിക്കണം, സൗമ്യതയിലായിരിക്കണം, തറനിരപ്പി നിൽക്കണം, നിഗളിക്കരുത് എന്നൊക്കെ പറയുമ്പോ അതിനെ തുടർന്ന് നുറുങ്ങപ്പെട്ട ഒരുവനായിരിക്കണം, തകർന്ന ഒരുവനായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചിലര് കരുതുന്നത് നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് തന്നെ കുറ്റം ബോധത്തിലും കുറ്റം വിധിയിലും അയ്യോ എന്നെ കൊണ്ട് ഒന്നിന് കൊള്ളുകയില്ലേ എന്നുള്ള നിലയില് ഒരു ഒരു ആ നിലയിൽ ഒരു കുറ്റം വിധി ജീവിക്കണം എന്നാ പറയുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. കുറ്റം വിധിയും നമ്മുടെ തന്നെ ഉള്ള അനാവശ്യമായ കുറ്റബോധവും ആരിൽ നിന്നാ വരുന്നത്? പിശാചിൽ നിന്നാണ്. ശരിയായ കുറ്റബോധമുണ്ട്. നമ്മളൊരു തെറ്റ് ചെയ്തു, ദൈവവചനം നമ്മളോട് പറയുന്നു, നമ്മൾ അത് ഏറ്റെടുക്കണം. എന്നാൽ അനാവശ്യമായ നിലയിൽ നമ്മളൊരു കുറ്റം വിധി തല ഉയർത്താൻ പോലും, മീറ്റിങ്ങിൽ വന്നാൽ എണ്ണീറ്റ് നിന്നൊരു സാക്ഷ്യം പറയാൻ പോലും വയ്യാത്ത നിലയിൽ തല താഴ്ന്ന് എന്നെ കൊണ്ടൊന്നിനും കൊള്ളുകയില്ല, എൻ്റെ കാര്യം പോയി എന്നുള്ള കുറ്റം വിധി ആര് കൊണ്ടുവരുന്നതാണ്? പിശാച് കൊണ്ടുവരുന്നതാണ്. ബലഹീനതയിൽ പ്രശംസിക്കുക എന്ന് പറയുമ്പോൾ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതല്ല ആത്മീയമായ നിഗളവും ഭൗതികമായി ദൈവം ചെയ്ത അനുഗ്രഹങ്ങളുടെ മേലുള്ള നിഗളത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ബലഹീനത എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം അതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത്. നമുക്കുണ്ടാകുന്ന പാപങ്ങളിലല്ല, അതിനെ നമ്മൾ ലളിതമായിട്ട് കാണാനുള്ളതല്ല ഞാൻ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും എന്ന പൗലോസിന്റെ വാക്ക്. മറിച്ച് എന്താ? ആ ബലഹീനത സ്വയത്തിന്റെ തകർച്ചയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വഴിയിലെ മുന്നോട്ട് പോയാൽ നമ്മളെ പിശാച വീഴ്ത്തിക്കളയില്ല. ഇല്ലെങ്കിൽ ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെ തന്നെ നമ്മുടെ പലപ്പോഴും നമ്മുടെ തല ചീർപ്പിക്കുകയും നമ്മളെ കൂടുതൽ ആ നിലയില് വലിയ ശക്തന്മാരാക്കുകയും ഒക്കെ ചെയ്താൽ പിശാച് എപ്പം നമ്മളെ തള്ളിയിട്ട് തകർത്ത് കളഞ്ഞു എന്ന് നോക്കിയാൽ മതി. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഇതിന്റെ ചുരുക്കം എന്താ? നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നാലും താഴ്മയോടെ ദൈവസന്നിധിയിലായിരിക്കുക. നമുക്ക് ആ താഴ്മയുണ്ടെന്നുള്ളത് എങ്ങനെ തെളിയും? ഇത് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, നമുക്ക് നമ്മിൽ തന്നെ ഒരു പ്രശംസ ഉണ്ടായിരിക്കില്ല. നമ്മുടെ ഭൗതികമായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചോ ആത്മീകമായിട്ട് നമുക്ക് കൈവന്ന നേട്ടങ്ങളെ സംബന്ധിച്ചോ നമുക്ക് നമ്മിൽ തന്നെ ഒരു പ്രശംസ ഉണ്ടായിരിക്കില്ല. രണ്ട്, മറ്റൊരു സഹോദരനെയോ സഹോദരിയോ നമ്മൾ വിധിക്കുകയില്ല. ഓ, ആ ആളങ്ങനെ, ഈ ആളിങ്ങനെ എന്ന് വിധിക്കുന്നത് എവിടെ നിന്നാ? ഒരു ഉയർന്ന സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എപ്പോഴും വിധിക്കുന്നത്. അത് നടക്കുകയില്ല. യഥാർത്ഥത്തിൽ തൊട്ടിപ്പോയ ഒരാൾ മറ്റൊരാളെ വിധിക്കുകയില്ല. അയാൾ മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് കാണുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് അദ്ദേഹത്തെ വിധിക്കാൻ ഒരു കാര്യമില്ല, ദൈവമേ അദ്ദേഹത്തോട് കരുണ തോന്നണമേ എന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരാളെ വിധിക്കുകയില്ല. നമ്മളെ തന്നെ നമുക്ക് കിട്ടിയ ആത്മീകമായ ഉന്നതിയോ ഭൗതികമായ അനുഗ്രഹത്തിലോ നമുക്ക് പ്രശംസ ഉണ്ടായിരിക്കുകയില്ല. മറ്റൊരാളുടെ നേരെ നമ്മൾ വിരൽ ചൂണ്ടുകയില്ല, മറ്റൊരാളെ വിധിക്കുകയില്ല. മൂന്നാമതോ, നമുക്ക് കിട്ടിയ എല്ലാ കാര്യത്തിനും ആർക്കാ നന്ദി പറയുക? ദൈവത്തിനാ നന്ദി പറയുക. ഈ നമ്മള് വ്യാഴാഴ്ച രാത്രികളിൽ കൂടുന്ന മീറ്റിങ്ങുകളിൽ വെളിപ്പാട് പുസ്തകത്തിൽ കാണും. വെളിപ്പാട് പുസ്തകത്തിൽ പഠിക്കുമ്പോൾ എന്താ നമ്മൾ അവിടെ കാണുന്നത്? എല്ലാത്തിനും അവിടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പാട്ടെന്താ? അവിടുത്തെ പാട്ടിനെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നുണ്ടല്ലോ. സ്വർഗത്തിൽ നമ്മൾ ചെല്ലുന്നു, നിത്യതയിൽ മുഴുവൻ നമ്മൾ എന്തുവാ പാടുന്നത്? ദൈവമേ, നീ ക്രൂശിൽ മരിച്ചു, ഞാൻ തക്ക സമയത്ത് ഏതായാലും അത് ഏറ്റെടുക്കാനുള്ള ആ കൃപ എനിക്ക് കിട്ടി. ദൈവമേ, നിനക്ക് സ്തുതി, എന്നെ ഈ നിലയിൽ സജ്ജീകരിച്ച എനിക്കും ഒരു ചെറിയ സ്തുതി ഉണ്ട് എന്നല്ല നമ്മൾ അവിടെ പറയുന്നു. മുഴുവൻ സ്തുതി ആർക്കാ? കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും ഉള്ളവരെ വിലയ്ക്ക് വാങ്ങി. മുഴുവൻ മഹത്വത്തിനും
ആരെയാ നമ്മൾ അവിടെ കാണുന്നത്? കുഞ്ഞാടിനെ മാത്രമേ കാണുകയൂ. ഈ നിത്യതയുടെ ഒരു സ്പിരിറ്റിൽ നമ്മൾ ഇന്നേ ജീവിക്കും. ഇന്നേ നമുക്ക് കിട്ടിയ പല നേട്ടങ്ങളെ കുറിച്ച് നമ്മൾ നമ്മിൽ തന്നെ പ്രശംസിക്കുകയില്ല. ദൈവത്തിന്റെ കരുണ എന്ന് പറഞ്ഞ് ദൈവത്തിന് സകല മഹത്വവും സ്തുതിയും പുകഴ്ചയും കൊടുക്കും. ഇത് പറയുമ്പോൾ ഈ മൂന്ന് കാര്യത്തിലും അക്കരെ വന്ന ആളുകളില്ല. നമ്മളെല്ലാവരും ഈ വഴിയിലാണ്. ഇതിൽ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട് വരികയാണ്. പക്ഷെ ഇതാണ് വഴി എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, ആളുകൾ നമ്മളെ പ്രശംസിക്കുമ്പോൾ, മറ്റൊരാളുടെ തെറ്റ് കാണുമ്പോഴൊക്കെ നമ്മളെ സൂക്ഷിച്ച് ഈ താഴ്മയുടെ വഴിയിൽ നിൽക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പൗലോസിനെ കുറിച്ച് പറഞ്ഞത് കേട്ടോ. പൗലോസിനെ കുറിച്ച് പറഞ്ഞത് ദൈവം പറഞ്ഞു, ഞാൻ എന്താ ചെയ്യും, ഇത് നിനക്ക് മതി എന്ന് പറഞ്ഞപ്പോ പൗലോസ് സമ്മതിച്ചു, മതി കർത്താവേ മതി എന്ന് പറഞ്ഞ് ആ താഴ്മയുടെ വഴിയിൽ നിന്നു. നമ്മളെയും ഇതിനാണ് വിളിച്ചിരിക്കുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം.